എല്ലാവരും സപ്പോർട്ട് എനിക്ക് മാക്സിമം തരണം. അതാണ് നമ്മളെ ഒരു ഊർജം തന്നെ. ഇപ്പോൾ അന്ന് ഞാനൊന്ന് തളർന്നതാണ്, 15 വർഷം മുമ്പ് തളർന്ന. പിന്നെ മൃഗങ്ങളെ അത്രയും നമ്മൾ എന്താ പറയുക, മൃഗങ്ങളോടുള്ള ഒരു അറ്റാച്ച്മെൻ്റാണ് അതിലുദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്കൊരു പിഴവ് വന്നതോടുകൂടി പിന്നെ വളർത്തില്ല എന്ന് വിചാരിച്ചതായിരുന്നു. പിന്നെ ഞാൻ വീണ്ടും എനിക്ക് ഇതിലേക്കൊന്ന് ഒരു കൗതുകം വീണ്ടും തോന്നി, അങ്ങനെ വന്നതാണ്. അപ്പോൾ അന്ന് നാശനഷ്ടം മാത്രമല്ല, നമുക്ക് അത്രയും നമ്മൾ വളർത്തുന്ന മൃഗങ്ങൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇങ്ങനെ വന്ന് അറ്റാക്ക് ചെയ്യുമ്പോൾ നമുക്കുണ്ടാവുന്നൊരു വിഷമം ഉണ്ടാവുമല്ലോ, അത് ഭയങ്കര വിഷമമാണ്, ഉള്ളിൽ തട്ടത്. അത് വളർത്തുന്നവർക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെ മൃഗങ്ങളെയും വീട്ടുകളിലുള്ള എല്ലാ ജീവികളും വളർത്തുന്നത് ഭയങ്കര വിഷമമുണ്ടാവും. മൂഡ് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും എനിക്കത് പോയിട്ടില്ല എൻ്റെ ഫീലിംഗ്. പിന്നെ കുഴിച്ചിടാൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പണിക്കാരാക്കുക ചെയ്ത് ഞാൻ അങ്ങോട്ട് പോകാനുള്ള ഒരു മനസ്സ്, നമുക്ക് കാണാനുള്ള ഒരു മനസ്സ് പോലും എനിക്ക് അന്ന് ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ പറയണത്. അപ്പോൾ അങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ ഈ താറാവൊക്കെ ഇങ്ങനെ ഈ ഇതൊക്കെ ഉണ്ടാക്കിയത്, കുടമ്പലൊക്കെ ഉണ്ടാക്കിയത് കാണുമ്പോൾ നല്ല ഭംഗിയില്ലേ. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ